യുവാവിനെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ വാഹനം ആഴ്ചകൾ കഴിഞ്ഞിട്ടും കണ്ടെത്താനായിട്ടില്ല. ഇടിച്ചിടുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും വാഹനത്തിന്റെ നമ്പർ വ്യക്തമല്ല. സമീപത്തെ കടകളിലെയും വിമാനത്താവളത്തിലെയും അടക്കം ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും വാഹനം എവിടേക്ക് അപ്രത്യക്ഷമായി എന്ന് പോലീസിനും അറിയില്ല. മുട്ടത്തറയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ഇസാഫ് ബാങ്കിന് നേരെ എതിർവശം ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ മാസം 21-ാം തീയതി ഒരു വാഹനം വന്ന 38-കാരനായ ജയേഷ് എന്ന് പറയുന്നയാളെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയത്. ഈ കാണുന്ന കടയുടെ CCTVയിൽ ഇടുന്നതിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു. ഇടിച്ചിട്ട ശേഷം വാഹനം മുന്നോട്ട് കടന്നു പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനുശേഷം പിന്നീട് ഈ വാഹനം എവിടേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഗുരുതരമായി പരിക്കേറ്റ ജയേഷിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 8 ദിവസത്തോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞത്. ഇപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് ജയേഷ്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബം. ഈ ഇടിച്ചിട്ട വാഹനം ഏത് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായി തന്നെ നടന്നിരുന്നു. പുള്ളിക്ക് നേരത്തെ കുട്ടി ഒരു സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നടക്കണതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്താണ് ഇടിച്ച് വണ്ടി നിർത്തിയിട്ടില്ല. വണ്ടി നിർത്താതെ ഒരൊറ്റ പോക്കാണ് പോയത്. അത് കണ്ടപ്പോഴത്തേക്ക് യൂബർ ആണെന്നാണ് മനസ്സിലായത്. അതിൻ്റെ നമ്പർ പ്ലേറ്റും ഏകദേശം, പക്ഷേ നമ്പർ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. പോലീസിൽ നിന്ന് നല്ലൊരു സഹകരണം കിട്ടി. പക്ഷേ ക്യാമറ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്പർ കിട്ടിയില്ല. എയർപോർട്ടിൻ്റെ അകത്ത് വരെ അവർ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ഒരു ഫാമിലിയാണ്. ക്ലെയിം ചെയ്യാനായിട്ടാണെങ്കിലും ഈ നമ്പർ കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോലീസിന്. പോലീസ് മാക്സിമം ഈ പ്രതിയെ കണ്ടെത്തണമെന്നുള്ളൊരു ലക്ഷ്യത്തിലോട്ട് മാക്സിമം നോക്കി. പക്ഷേ ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അവർ അന്വേഷണ പരിധിയിലാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപകടം നടന്നിട്ട് മാസം 1 പോകുന്നു. CCTV ദൃശ്യങ്ങളിൽ വണ്ടിയുടെ നമ്പർ പതിയാത്തത് പോലീസിനും വെല്ലുവിളിയാണ്. എങ്കിലും അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഫോർട്ട് പോലീസ് വ്യക്തമാക്കുന്നത്. ജയേന്ദ്രൻ മുലമ്പാറയ്ക്കൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.